ഹായ് ഓൾ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ഒന്നൊന്നര അംഗം വെട്ടലിനെ കുറിച്ചാണ്. നമ്മുടെ പ്രിയപ്പെട്ട സിനിമാ ലോകത്തെ പിടിച്ചുകുലുക്കിയ ഒരു കേസും ആ കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ കോടതിയും വക്കീലന്മാരും തമ്മിൽ നടന്ന ഒരു ആനയെ പൂച്ച കടിക്കുന്ന വിഷയമാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത്. നമ്മുടെ നടി ആക്രമിക്കപ്പെട്ട കേസ് എല്ലാവർക്കും അറിയാമല്ലോ. ആ കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ അഭിഭാഷക രത്നം ടി.ബി. മിനി ചേച്ചി കോടതിക്കെതിരെ ഒരു പഞ്ച് ഡയലോഗ് അങ്ങ് കാച്ചിയിട്ടുണ്ട്. സംഭവം കേട്ട് കോടതിയും ചൂടായിരിക്കുകയാണിപ്പോൾ. കോടതി നമ്മുടെ മിനിച്ചേച്ചിയെ കണ്ടം വഴി ഓടിച്ചിരിക്കുകയാണിപ്പോൾ. കോടതി ചോദിച്ചു, ഹേയ് പെണ്ണെ, നിങ്ങൾ 10 ദിവസത്തിൽ താഴെ മാത്രമേ കോടതിയിൽ വന്നിട്ടുള്ളൂ, അതും 1 മണിക്കൂർ മാത്രം. എന്നിട്ട് ഇവിടെ വന്നിട്ട് കൂർക്ക വലിച്ചു ഉറങ്ങുകയാണോ? കോടതി വല്ല ഫാമിലി റൂമോ അതോ ഡേ കെയറോ ആണോ എന്ന് കോടതി നമ്മുടെ മിനിച്ചേച്ചിക്ക് ഒരു ക്ലാസ് കൊടുത്തു എന്നാണ് റിപ്പോർട്ട്. ഹോ, കോടതിക്ക് നല്ല ദേഷ്യം വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് ഉറങ്ങുകയും എന്നിട്ട് പുറത്തു പോയി കോടതി ലക്ഷ്യം കാണിക്കുകയും ചെയ്യുകയാണോ? അങ്ങനെ ഒരു വെടി എന്റെ അടുത്ത് ഇറക്കണ്ട എന്ന് കോടതിയും പറഞ്ഞു. ഒരു രക്ഷയുമില്ല, കോടതി മൂഡോട്ടായെന്ന് തോന്നുന്നു. പക്ഷേ നമ്മുടെ മിനിച്ചേച്ചി ഇതൊന്നും അങ്ങോട്ട് മൈൻഡ് ആക്കിയിട്ടില്ല. മിനിച്ചേച്ചി പറയുന്നു, ഓ, കോടതിയാണ് കള്ളം പറയുന്നത്. ഞാൻ എല്ലാ ദിവസവും പോയിട്ടുണ്ട്. ഞാനൊരു ഫീസും വാങ്ങാതെയാണ് ഈ കേസ് വാദിക്കുന്നത്. സീനിയർ വക്കീലന്മാർ ആരും വിചാരണ കോടതിയിൽ നേരിട്ട് വരാറില്ല. എന്നിട്ട് ഞാൻ പോയി. എന്നിട്ട് ഞാൻ അവിടെ വന്നിട്ട് ഉറക്ക ഗുളിക കഴിച്ചതുപോലെ ഉറങ്ങുകയാണെന്ന്. കഷ്ടം, എന്റെ ദൈവമേ. എന്നെ വ്യക്തിപരമായിട്ട് അറ്റാക്ക് ചെയ്യുകയാണ്. ഇതൊക്കെ ദിലീപിന്റെ ആളുകൾ ചെയ്തതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. ഇതൊക്കെയാണ് മിനി ചേച്ചി പറയുന്നത്. ഓ, ഇതൊരു ടിപ്പിക്കൽ പോര് വിളിക്കലാണെന്ന് തോന്നുന്നു അല്ലേ? കോടതി ഒരു വഴിക്ക്, വക്കീൽ മറ്റൊരു വഴിക്ക്. ഇതിനിടയിൽ പാവം സാധാരണക്കാരൻ എന്താ ചെയ്യേണ്ടതല്ലേ ദൈവമേ. മിനി ചേച്ചി അവസാനം ഒരു മാസ് ഡയലോഗ് കൂടി കാച്ചിയിട്ടുണ്ട്. കോടതിക്കെതിരെ പറയാൻ ഒരുപാട് വക എന്റെ കയ്യിലുണ്ട്. അപ്പീൽ കൊടുത്ത ശേഷം ഞാൻ എല്ലാം പൊടിപ്പും തൊങ്ങലും വെച്ച് തുറന്നു പറയും. ഓ, അപ്പോ ഇതൊരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു, സെക്കൻഡ് ഹാഫ് വരാനിരിക്കുന്നു എന്നാണോ? എനിക്കെന്തോ ഒരു ത്രില്ലർ സിനിമയുടെ വൈബാണ് ഇപ്പോൾ കിട്ടുന്നത്. എന്തായാലും നമ്മൾ കാത്തിരിക്കുകയാണ് അടുത്ത ഭാഗം കാണാൻ. അപ്പോ ഇതൊക്കെയാണ് തൽക്കാല കോടതിക്കകത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഒരു ഗൗരവപരമായിട്ടുള്ള വശം നോക്കാം. അതായത് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ അനാലിസിസ് ആണ് കേട്ടോ. സത്യത്തിൽ ഈ കേസ് വെറും ഒരു ഇൻഡിവിജ്വൽ ഫൈറ്റായി കാണാൻ പറ്റില്ല. നോക്കൂ, ഒരു വശത്ത് ഇരയ്ക്ക് വേണ്ടി പൊരുതുന്നു എന്ന് പറയുന്ന വക്കീലും, മറുവശത്ത് നിയമത്തിന്റെ പരമാധികാരം കൈയാളുന്ന കോടതി. കോടതി പറയുന്നത് വക്കീൽ വരുന്നത് ഉറങ്ങാനാണ് എന്നുള്ളത്, വക്കീൽ പറയുന്നത് കോടതി കള്ളം പറയുകയാണ് എന്നുള്ളത്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന എന്താ, നീതി കിട്ടാൻ കാത്തിരിക്കുന്ന അതിജീവിതയുടെ അവസ്ഥ എങ്ങനെയുണ്ടാകും? കോടതിയും വക്കീലും തമ്മിലുള്ള ഈ അടിയും ഇടിയും സത്യത്തിൽ കേസിനെ സഹായിക്കുമോ, അതോ ഇതിനൊരു റിയാലിറ്റി ഷോ ആക്കി മാറ്റുമോ? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ സോഷ്യൽ മീഡിയ നോക്കിയാൽ കാണാം, ആളുകൾ 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് അടി തുടങ്ങി കഴിഞ്ഞു. ഒരു ഗ്രൂപ്പ് പറയുന്നു മിനി ചേച്ചി മാസ് ആണ്, കോടതിയെ പേടിപ്പിക്കണ്ട എന്ന്. മറ്റൊരു ഗ്രൂപ്പ് പറയുന്നത് എന്താണ്, കോടതിയിൽ പോയി ഉറങ്ങുന്നത് എവിടത്തെ ന്യായമാണ് എന്ന്. ശരിക്കും പറഞ്ഞാൽ വികാരങ്ങൾക്കപ്പുറം നിയമപരമായിട്ടുള്ള സത്യങ്ങൾ പുറത്തു വരികയാണ് വേണ്ടത്. പിന്നെ ഒരു കാര്യം, കോടതിയെയും വക്കീലിനെയും നമുക്ക് കുറ്റം പറയാം, പക്ഷേ അവരില്ലാതെ നമുക്ക് നീതിയും കിട്ടില്ല. അപ്പോ ഈ ഒരു ഈഗോ മാറ്റിവെച്ച് സത്യം എത്രയും വേഗം തെളിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പൊ സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ എഴുതുക. അതായത് നിങ്ങളുടെ വോട്ട് കോടതിക്കാണോ അതോ മിനി ചേച്ചിക്കാണോ? കമന്റ് ബോക്സ് നിങ്ങളുടേതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ചൂടുള്ള വാർത്തയും വിശകലനങ്ങളുമായി ഞാൻ വീണ്ടും എത്തും. അതുവരെ സ്റ്റേ ഹാപ്പി, സ്റ്റേ സേഫ്.